നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീണ്ട നേരത്തെ നിയമ വാഗ്വാദങ്ങൾ നടക്കുന്നു, നിയമ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. മാർച്ച് 14 സംസ്ഥാന സർക്കാർ അടക്കം കൃത്യമായ നിലപാടുകൾ കോടതിയെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 7 വാദം തുടങ്ങും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന എല്ലാ ഹർജികളിലും 3 ദിവസം വീതം എല്ലാവരുടെയും വാദം കേൾക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തത്വത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് ലഭിക്കുന്ന മുറയ്ക്ക് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കം നടന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായ എസ് ജയശ്രീയെ SIT അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ജാമ്യഹർജി, മുൻകൂർ ജാമ്യഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. എന്നാൽ എസ് ജയശ്രീയെ ED ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ നിർണായകമായ ഒരു വിശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള ഒരു അറിവിൽ തന്നെയാണ് ED ഈ കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നതും പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും N വാസുവിന്റെയും പത്മകുമാറിന്റെയും എല്ലാം വീട്ടിൽ ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു. കർണാടകയിലെ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവല്ലറിയിൽ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലുമെല്ലാം ഒരേ സമയത്താണ് EDയുടെ റെയ്ഡ് ഉണ്ടായത്. ഈ റെയ്ഡിലെല്ലാം വളരെ നിർണായകമായ വിവരങ്ങൾ EDക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷം EDയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നിർണായകമായ നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ജയശ്രീയുടെ പങ്ക് എന്നുള്ള ചോദ്യത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കണം എന്നാണ് ജയശ്രീ തന്റെ കൈപ്പടയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിൽ ജയശ്രീയുടേത് കൂടിയായ ഒരു ഗൂഢാലോചനയുണ്ട്, പങ്കാളിത്തമുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സ്വർണ്ണക്കൊള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജയശ്രീക്ക് കിട്ടിയിട്ടുണ്ടോ, ജയശ്രീയും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടിൽ പങ്കാളിയാണോ, സ്വർണ്ണക്കൊള്ളയുടെ മുതൽ ജയശ്രീക്കും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ED ഇപ്പോൾ വിശദമായി ജയശ്രീയോട് ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വർണം വേർതിരിച്ചെടുത്തതിൽ ബാക്കി വന്ന സ്വർണം കർണാടകയിലെ ബെല്ലാരി ജുവല്ലറിയിൽ, അതായത് ഗോവർദ്ധന്റെ ജുവല്ലറിയിലേക്ക് എത്തിച്ചു കൊടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ആ സ്വർണം ഗോവർദ്ധന്റെ ജുവല്ലറിയിലേക്ക് കൊണ്ടുപോയത് കൽപേഷ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൽപേഷിനെയും ഇന്ന് ED ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ കൽപേഷ് എത്തുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, അല്ലെങ്കിൽ യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. നാളെയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിന്റെ വീട്ടിൽ ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയ കട്ടിളപ്പടിയും കട്ടിളവാതിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജയറാമിന്റെ പൂജാമുറിയിൽ വെച്ച് പൂജ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുകയും ജയറാം ഈ കേസുമായി അങ്ങനെയാണ് ബന്ധപ്പെടുന്നതും ജയറാമിന്റെ സാക്ഷിപ്പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ജയറാമിനോടും നാളെ ED ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഫലത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ED അതിനിർണായകമായ നീക്കങ്ങൾ നടത്തുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി സുപ്രീം കോടതി പുനഃപരിശോധന ഹർജി പരിഗണിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ യുവതീ പ്രവേശനവുമെല്ലാം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. കൂനിന്മേൽ കുരുക്കായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ
സെക്രട്ടറി ആയിരുന്ന 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ജയശ്രീ ആയിരുന്നു സെക്രട്ടറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെക്രട്ടറിയായ ജയശ്രീ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ഇത് കൊടുത്തയക്കണം എന്ന് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ജയശ്രീക്ക് വലിയ കുരുക്കായി മാറിയിരിക്കുന്നു. എന്തായാലും SITയുടെ അറസ്റ്റിൽ നിന്ന് ജയശ്രീ രക്ഷപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന ജാമ്യഹർജി പ്രകാരം, മുൻകൂർ ജാമ്യഹർജി പ്രകാരം ജയശ്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവിൻ പ്രകാരം ജയശ്രീ SITയുടെ അറസ്റ്റിൽ നിന്നും രക്ഷ നേടി പുറത്തു നിൽക്കുന്നുവെങ്കിലും ED ജയശ്രീക്കെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിരിക്കുന്നവരെല്ലാവരും തന്നെ CPMന്റെ നോമിനികളായ CPM നിർദ്ദേശിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വത്തിന്റെ ഉന്നത സ്ഥാനത്ത് ഭരിച്ചിരുന്ന ആളുകൾ എല്ലാവരും തന്നെയാണ്. മാത്രമല്ല ശബരിമല യുവതീ പ്രവേശനവുമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കപ്പെടുമ്പോൾ നേരത്തെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശബരിമലയിൽ കൊടുത്തിരുന്ന യുവതികളെ പ്രവേശിപ്പിക്കാം എന്നുള്ള സത്യവാങ്മൂലം പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കി നിൽക്കുന്നു ജനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കണ്ടറിയുവാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഏത് നിലപാടെടുത്താലും പിണറായി വിജയൻ സർക്കാരിന് അത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വൻ പരാജയത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവകുപ്പ് മന്ത്രി രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഇത് വളരെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. യെസ് ഓർ നോ പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരം പറയേണ്ട കാര്യമല്ല. വളരെ ആലോചിച്ചതിന് ശേഷം സർക്കാർ സുപ്രീം കോടതിയിൽ അതിന്റെ നിയമവ്യവഹാരം നടത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗം വ്യക്തമാക്കും എന്നൊക്കെയാണ് രാജീവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായിക്കൊണ്ട് ശബരിമല സ്ത്രീ പ്രവേശ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു നിർണായക വാദപ്രതിവാദം ഉണ്ടാകുകയും അതിൽ നിർണായകമായ വിധി വരികയും ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഗതി അധോഗതിയാകും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പിണറായി വിജയൻ സർക്കാർ വെട്ടിലായിരിക്കുന്നു. രണ്ടായാലും പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെങ്കിൽ CPMന്റെ 3.0 തുടർഭരണം എന്നുള്ള വ്യാമോഹം ഇതോടുകൂടി അസ്തമിച്ചിരിക്കുന്നു. അത് സ്വാഹ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.